ശ്രീനാഥ് ബാസിയുടെ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആസാദി സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലും മനോരമ മാക്സിലും റിലീസ് ആയിട്ടുണ്ട്. സോ എനിക്ക് പേഴ്സണലി ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ശ്രീനാഥ് ബാസി. ആളുടെ പടങ്ങളൊക്കെ എന്റെ ഫേവറേറ്റ് തന്നെയാണ്. പക്ഷെ ഈ ഇടയ്ക്കുള്ള മഞ്ഞുമ്മൽ ബോയ്സ് ഒഴിച്ചു കഴിഞ്ഞു വെച്ചാൽ ഈ അടുത്ത കാലത്ത് അങ്ങനെ കിടിലം പടവും കിടിലം പെർഫോമൻസ് ഒന്നും ആൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ലോ എക്സ്പെക്ടേഷനിൽ ഞാൻ കണ്ടൊരു പടമാണ് ആസാദി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നൈസ് പടമാണ്. ഫ്രം ദ ഫസ്റ്റ് ടു ദ ലാസ്റ്റ് അത്യാവശ്യം ത്രില്ലോടെ കണ്ടിരിക്കാൻ പറ്റുന്ന ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിട്ട് എടുത്തു വെച്ച നല്ല സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ ഇതും ജയിൽ ചാട്ടും അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഒരാളെ കടത്തുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വന്ന ആദ്യം ഓർമ്മ വരുന്നത് ആന്റണി വർഗീസ് പെപ്പയുടെ സ്വാതന്ത്ര്യ മർദ്ദരാത്രിയിലാണ്. പക്ഷെ ആ സിനിമ ഇതും ആനയും ആടും വ്യത്യാസമുണ്ട്. കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അത് ജയിലിൽ നിന്ന് ഒരാൾ എങ്ങനെ ജയിലിൽ ചാടുന്നു, കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇന്റൻസ് ഫൈറ്റാണ് അതിൽ കാണിക്കുന്നത് വെച്ചാൽ ഇതില് ഒരു പ്രഗ്നന്റ് ലേഡി ജയിലിലാണ്. ആ കൊച്ച് ഈ മറ്റേ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടുന്ന് എങ്ങനെ കടത്താന്നുള്ള സ്കെച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടർ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമുക്കൊരു ഭയങ്കര സസ്പീഷ്യസ് ആയി തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. ഇവര് പറയുന്നത് ഭയങ്കര പാവമാണ്, അവൻ അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ കാണുമ്പോൾ നമുക്ക് തോന്നും സംതിങ് ഈസ് വിഷി സംവെയർന്ന്. അടിപൊളിയായിട്ട് തന്നെ ആള് പെർഫോം ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. പിന്നെ ഇതിലെ ഹക്കീം പറഞ്ഞ പോലീസുകാരനുണ്ട്. ഓയ്യോ, അങ്ങേരെ കണ്ട കൊടുക്കാൻ തോന്നും, അടിച്ച് ചെകിട്ട് തിരിക്കാൻ തോന്നും. അത് ലാസ്റ്റ് അങ്ങനെ ഒരു സീന് വരുമ്പോഴാണ് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ പറയുന്ന സാധനം കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലാലുണ്ട്. സോ ലാലിന്റെ സിനിമ എപ്പോഴും ഞാൻ പറയുന്നത് ഇങ്ങനെ അഭിനയിക്കുന്നെങ്കിൽ സബ് ടൈറ്റിൽ ഓൺ ആക്കി ഇടണം. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ സബ് ടൈറ്റിൽ ഓൺ ആക്കി ഇട്ടുണ്ടായിരുന്നു. ആള് പക്ഷെ പറയുന്നതൊക്കെ ഇത്തവണ മനസ്സിലായിട്ടോ, നന്നായിട്ട് തന്നെ ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാണി വിശ്വനാഥ് ഉണ്ട്. സോ വാണി വിശ്വനാഥിനെ എല്ലാ ഡയറക്ടർമാരും വിന്റേജ് വാണി വിശ്വനാഥ് ആയിട്ടാണ് വീണ്ടും പ്രസന്റ് ചെയ്യാൻ നോക്കുന്നത്. കാലം മാറി, അതിനനുസരിച്ച് കോലം മാറുന്നില്ല. വീണ്ടും പഴയ പോലീസ് റോള്, വിന്റേജ് ആയിട്ടുള്ള വാണി വിശ്വനാഥിന്റെ ആ ഒരു ക്യാരക്ടറിനെയാണ് വീണ്ടും കൊണ്ടുവരാൻ നോക്കുന്നത്. ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇന്നലെ വന്നിട്ട് മറ്റേ ഒരു തെലുങ്ക് എന്ന ഒരു മിത്തോളജിക്കൽ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സീരീസ് OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിരാട്ട പാലം. അപ്പൊ ഞാൻ അത് കാണാനിരുന്നതാണ്. പക്ഷെ അതൊരു 7-8 എപ്പിസോഡ് ഉണ്ട്, തീരില്ല പറഞ്ഞപ്പോഴാണ് ഞാൻ ആസാദി കാണാനിരുന്നത്. ലോ എക്സ്പെക്ടേഷനിൽ കണ്ടുകൊണ്ട് എനിക്ക് നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. സോ നിങ്ങൾ കാണേണ്ടി വെച്ചാൽ ഭയങ്കര ലോ എക്സ്പെക്ടേഷനിൽ കാണാം. വലിയ പ്രതീക്ഷയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടാവില്ല. നല്ലൊരു സിനിമയാണ്. ആൻഡ് ഇതിൽ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അൺപ്രഡിക്റ്റബിൾ. ഒരൊറ്റ മനുഷ്യൻ പ്രഡിക്റ്റ് ചെയ്യില്ല. പക്ഷെ സ്റ്റിൽ ഈ സിനിമയുടെ ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി ഇതിന്റെ റൈറ്റിംഗ് ആണ്. ചില ഡയലോഗ്സ് ഒക്കെ ഭയങ്കര വീക്ക് ആയിട്ടാണ് തോന്നിയത്. ഇത്ര കിടിലൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ട് പോലും പടം വേണ്ട ലെവലിൽ എത്തിയില്ലെങ്കിൽ അതിന്റെ മെയിൻ റീസൺ ഇതിന്റെ റൈറ്റിംഗ് ആണ്. ഭയങ്കര ശോകം റൈറ്റിംഗ് ആയിരുന്നു. അതും കൂടി ഒന്ന് അടിപൊളിയായിരുന്നു വെച്ചാൽ പടമാകൊണ്ടാണ്. സ്റ്റിൽ നല്ലൊരു വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വേണ്ടവർ കണ്ടുനോക്കുക. അഭിനയിച്ച അത്യാവശ്യം ആൾക്കാരൊക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. സൈജു കുറുപ്പുണ്ട് ഈ സിനിമയിൽ. സൈജു കുറുപ്പിന്റെ റോള് ആള് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ക്യാരക്ടറിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടില്ല. ഒരു ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടർ. പിന്നെ പറയേണ്ടത് എന്താണ്, എന്നെ വഞ്ചിച്ചതിന് അവൾക്കുള്ള റിവഞ്ച്, ഞാൻ അവളെ സ്നേഹിച്ച് തീർക്കുന്നുള്ളൊരു സീരിയൽ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങേര് നന്നായി പെർഫോം ചെയ്യുന്നു. പക്ഷെ ആ ഒരു ക്യാരക്ടറിന് ഒരു ബന്ധമില്ല. ഈ മറ്റേ റോട്ടിൽ കൂടെ ഒരാൾ നടന്നു പോണ പോലത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. സോ വേണ്ടവർ കണ്ടു നോക്കുക. മനോരമ മാക്സിലും സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം അവൈലബിൾ.